നമസ്തേ. ആത്മകഥ ആ ടോപ്പിക് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഹിന്ദിയിലെ പ്രമുഖരായിട്ടുള്ള ആത്മകഥ എഴുതിയ ആളുകൾ ആരൊക്കെയാണെന്നും ആത്മകഥ ഏതൊക്കെയാണെന്നും നമുക്ക് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ബനാറസി ദാസ് ജൈനിൻ്റെ അർദ്ധകഥാനക് ആണല്ലോ ഫസ്റ്റ് ഹിന്ദി പെഹല ആത്മകഥ എന്ന് പറയുന്നത്. നമുക്കറിയാം, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് 1641 ഈസ്വിയുമാണ് അതിൻ്റെ രചനാകാല്. അടുത്തത് ദയാനന്ദ സരസ്വതി ജീവൻ ചരിത്ര, സത്യാനന്ദ് അഗ്നിഹോത്രി മുജ്മേം ദേവ് ജീവൻ കാ വികാസ്, ഭവാനി ദയാൽ പ്രവാസി കി കഹാനി. അടുത്തത് ഡോക്ടർ ശ്യാം സുന്ദർ ദാസ് മേരി ആത്മകഹാനി. അടുത്തത് ഗുലാബ് റായ് മേരി അസഫലദായം ചോദിക്കാറുണ്ട്. അടുത്തത് ഹരിഭാവു ഉപാധ്യായിൻ്റെ സാധന കെ പദ് പർ. അടുത്തത് രാഹുൽ സാങ്കൃത്യായൻ്റെ മേരി ജീവൻ യാത്ര ചോദിക്കാറുണ്ട്. അടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആത്മകഥ എന്നുള്ള പേരിൽ തന്നെയാണ്. അടുത്തത് വിയോഗി ഹരി മേരാ ജീവൻ പ്രവാഹ്. അടുത്തത് യശ്പാൽ സിൻഹാവലോകൻ 3 ഖണ്ഡ് ഉണ്ട് കർമ്മശഃ. 1951, 52, 55 അങ്ങനെയാണ് വരുന്നത്. അടുത്തത് പത്മലാൽ പുന്നാലാൽ മേരി അപ്പിനി കഥ. പത്മലാൽ പുന്നാലാൽ ബക്ഷിയുടെ മേരി അപ്പിനി കഥ എന്നതാണ് ആത്മകഥയുടെ പേര്. അടുത്തത് സേഠ് ഗോവിന്ദദാസിൻ്റെ ആത്മനിരീക്ഷൻ 3 ഭാഗമുണ്ട്, 58-ലും 58-ലും. അടുത്തത് പാണ്ഡേ ബച്ചൻ ശർമ്മ ഉഗ്രിൻ്റെ അപ്പിനി ഖബർ 1960. അടുത്തത് ചതുർസെൻ ശാസ്ത്രി മേരി ആത്മകഹാനി 1963. അടുത്തത് ഹരിവംശ് റായ് ബച്ചൻ ക്യാ ഭൂലും ക്യാ യാദ് കറും ചോദിക്കാറുണ്ട്. ഏത് വിദ്യയാണെന്ന് ചോദിക്കാറുണ്ട്. നീഡ് കാ നിർമാൺ ഫിർ ബസേരെ സെ ദൂർ, 10 ദ്വാർ സെ സോപ്പാൻ തക്ക്. അടുത്തത് 4 ഘണ്ടോ മേം. അങ്ങനെ ഹരിവംശ് റായിൻ്റെ ഇതിൽ കൂടുതലും ചോദിക്കാറുള്ളത് ക്യാ ഭൂലും ക്യാ യാദ് കറും എന്നുള്ളതാണ്. അടുത്തത് ഡോക്ടർ ദേവരാജിൻ്റെ യൗവൻ കെ ദ്വാർ പർ ബച്പൻ കെ വേദിൻ. അടുത്തത് ഉപേന്ദ്രനാഥ് അഷ്കിൻ്റെ ജ്യാദ അപ്നി കം പരായി ചെഹരെ അനേക്. അടുത്തത് നാഗാർജുൻ്റെ വിഷ്കീട്ട്. അടുത്തത് ബൽരാജ് സാഹിനി മേരി ഫിൽമി ആത്മകഥ. അടുത്തത് ഡോക്ടർ രാംവിലാസ് ശർമ്മയുടെ ഘർ കി ബാത്ത് അപ്പിനി ധർത്തി അപ്പിനെ ലോഗ്. അടുത്തത് ശിവപൂജൻ സഹായ് മേരാ ജീവൻ. അടുത്തത് ഹൻസ്രാജ് രഹ്ബറിൻ്റെ മേരെ സാത്ത് ജനം. അടുത്തത് കൻഹയ്യാലാൽ മിശ്ര പ്രഭാകറിൻ്റെ തപ്തി പാഗണ്ടിയോം പർ യാത്ര. അടുത്തത് ഫനീശ്വർനാഥ് രേണു ആത്മപരിചയ്. അടുത്തത് അമൃത്ലാൽ നാഗർ ടുക്കഡേ ടുക്കഡേ ദാസ്താൻ. അടുത്തത് ഡോക്ടർ നഗേന്ദ്രൻ്റെ അർദ്ധ കഥ. അടുത്തത് രാംധരേഷ് മിശ്രൻ്റെ സഹചർ ഹെ സമയ് ഫുർസത്ത് കെ ദിൻ. അടുത്തത് കമലേശ്വറിൻ്റെ ഗാർദിഷ് കെ ദിൻ ആത്മകഥ. അപ്പോൾ ആത്മകഥ എന്നുള്ള പേര് നമ്മൾ മുൻപ് പറഞ്ഞു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനും ആത്മകഥ എന്നുള്ള പേരിലുണ്ട്. അതുപോലെ തന്നെ കമലേശ്വറിനും ഉണ്ട്. അടുത്തത് മൂൽ ചന്ദ് അഗ്രവാളിൻ്റെ പത്രക്കാർ കി ആത്മകഥ. അടുത്തത് ഗോപാൽ പ്രസാദ് വ്യാസിൻ്റെ കഹേ വ്യാസ് കൈസി കട്ടി. അടുത്തത് രവീന്ദ്ര കാലിയ ഘാലിബ് ഛുട്ടി ശരാബ്. അടുത്തത് ഭഗവതി ചരൺ വർമ്മ കഹീന ജായ് കാ കഹിയെ. അടുത്തത് രാജേന്ദ്ര യാദവ് മുഡ് കർ ദേഖ്താ ഹൂം ദേഹരി ഭൈ വിദേശ്. അടുത്തത് അഖിലേഷിൻ്റെ ഔർ വഹ് ജോ യഥാർത്ഥ ഥ. അടുത്തത് ഭീഷ്മ സാഹിനി ആജ് കെ അതീത്. അടുത്തത് അശോക് വാജ്പേയി പാവ് പർ ജീരേ മേം ബ്രഹ്മഭോജ്. അടുത്തത് സ്വദേശ് ദീപകിൻ്റെ മേനെ മാണ്ടു നഹി ദേക്ക. അടുത്തത് രവീന്ദ്രനാഥ് ത്യാഗി വസന്ത് സെ പദ്ചർ തക്. അടുത്തത് വിഷ്ണു പ്രഭാകർ പങ്ക്ഹീൻ മുക്ത് ഗഗൻ മേം ഓർ പഞ്ചി ഉഡ് ഗയ. അടുത്തത് മിഥിലേശ്വർ പാനി ബിച്മീൻ പിയാസി. അടുത്തത് ശ്രീ വിഷ്ണു ചന്ദ്ര ശർമ്മ മുക്തിബോധി की ആത്മകഥ. അടുത്തത് സൂര്യപ്രസാദ് ദീക്ഷിത് നിരാല की ആത്മകഥ. അടുത്തത് വിശ്വനാഥ് പ്രസാദ് തിവാരി അസ്ഥി ഓർ ഭവതി. അടുത്തത് ഗോപിചന്ദ് നാരംഗ് സഫർ ആഷ്ന. അടുത്തത് APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നി കി ഉഡാൻ ടേണിംഗ് പോയിൻറ്റ്സ്. അടുത്തത് ലക്ഷ്മി ചരൺ ത്രിപാഠി മേ ഹിജഡ മേ ലക്ഷ്മി. അടുത്തത് ചന്ദ്രശേഖർ പൂർവ്വ പ്രധാനമന്ത്രി ജീവൻ ജയ്സ ജിയ. അപ്പോൾ ഇതൊക്കെയാണ് ഹിന്ദി സാഹിത്യത്തിൽ വരുന്ന
ആത്മകഥകളും അതുപോലെ തന്നെ ആത്മകഥ എഴുതിയ ആളുകളും. അപ്പോൾ ഇത് ഇത്രയും എന്ത് ചെയ്യുക, നന്നായിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക.